വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HSST കോമേഴ്സിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയിരുന്നത്. നമ്മളൊരു 50-60 ക്വസ്റ്റ്യനോളം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വൈകാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ: വിച്ച് ആർ ദ എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്? മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ ഓർ വേജ് കോസ്റ്റ്, then expense cost. These are the elements of cost. Second question: materials directly related to production is called direct materials. Third question: materials which cannot be traded as a part of product, indirect materials. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പം അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫ്യൂവൽ, അതുപോലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആയിട്ട് പറയാം. ദീസ് മെറ്റീരിയൽസ് ആർ നോട്ട് ഡയറക്റ്റ്ലി കനോട്ട് ബി ട്രേഡ് ആസ് എ പാർട്ട് ഓഫ് പ്രോഡക്റ്റ്. ഇതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് ആ പ്രോസസ്സിലേക്ക് വരാത്ത മെറ്റീരിയൽസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ: വേജസ് കനോട്ട് ബി ഡയറക്റ്റ്ലി വിത്ത് എ ജോബ്, പ്രോസസ് ഓർ ഓപ്പറേഷൻ ആർ ട്രീറ്റഡ് ആസ് ഇൻഡയറക്റ്റ് വേജസ്. ഇൻഡയറക്റ്റ് വേജസ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ വേജസ് പെയ്ഡ് ടു സ്റ്റോർ കീപ്പർ, മെയിൻ്റനൻസ് വർക്കേഴ്സ്, ഇതെല്ലാം ഇൻഡയറക്റ്റ് വേജസ് ആണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: എക്സ്പെൻസസ് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫയബിൾ വിത്ത് എ ജോബ്, നൈദർ ഡയറക്റ്റ് മെറ്റീരിയൽ നോർ ഡയറക്റ്റ് വേജസ് ഈസ് കോൾഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് പ്രോസസ് എക്സ്പെൻസ്, പ്രൈം കോസ്റ്റ് എക്സ്പെൻസ്, ചാർജബിൾ എക്സ്പെൻസ് എന്നൊക്കെ നമുക്ക് പറയാം ഡയറക്റ്റ് എക്സ്പെൻസിനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പെൻസ് വിച്ച് കനോട്ട് ബി ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ ഡയറക്റ്റ്ലി ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. റെൻറ്റ്, ഇൻഷുറൻസ് അതെല്ലാം അതിൽ വരുന്നതാണ്. ദെൻ ഓവർഹെഡ് ഇൻക്ലൂഡ്സ് ദ കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇതെല്ലാം ചേർന്നതാണ് ഓവർഹെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഈസ് കോൾഡ് ഡാഷ് പ്രൈം കോസ്റ്റ്. നയൻത്ത് ക്വസ്റ്റ്യൻ: cost remain constant irrespective of change in volume of output is called fixed cost. പിന്നെ ഈ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് റിമെയിൻസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്, ബട്ട് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ചസ്. വേരിയബിൾ കോസ്റ്റിൻ്റെ കേസാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് കോസ്റ്റാണ്, ബട്ട് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. Next question: the cost of changing the direct materials into finished goods is known as conversion cost. Example of semi variable cost എന്ന് പറയുമ്പോൾ അതിലേതൊക്കെ വരും? ടെലിഫോൺ ചാർജസ്, സാലറി ഓർ സൂപ്പർവിഷൻ, അതെല്ലാം സെമി വേരിയബിൾ കോസ്റ്റിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കോസ്റ്റ് വിച്ച് ഈസ് നോട്ട് ആക്ച്വലി ഇൻകേർഡ് ബട്ട് ആർ ടു ബി കൺസിഡേർഡ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. അതിന് എക്സാമ്പിളാണ് ചോദിച്ചത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. Cost incurred in past not relevant to the current decision making is called, important question ആണ്, sunk cost. Cost which continue to occur even after the closure of plant. Closure of പ്ലാന്റിന് ശേഷവും ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്. Closure of plant or stoppage of production, shutdown cost. എക്സാമ്പിൾ വരുന്നത് റെൻറ്റ്, ഡിപ്രിസിയേഷൻ, സാലറി ഓഫ് വാച്ച്മാൻ, ഇതെല്ലാം ഷട്ട് ഡൗൺ കോസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. Next question: cost which involves current or future expenditure according to management decision, out of pocket cost. 16th question: a unit in which a product or services are expressed is called cost unit. A location, person or item of equipment for which cost may be ascertained is called cost center. 18th question: a statement which shows the expenditure that has been incurred upon for production for a period, cost sheet. The management functions relating to acquisition, storage, handling and usage of material so as to minimize wastage and loss, material control. Last question: when all the
purchases are made by one specialized department, it is called സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന ഭാഗത്ത് നിന്ന് ഇന്ന് പഠിച്ചത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ബാക്കി വരുന്ന 20 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഓരോ ക്ലാസ്സുകളും മുടങ്ങാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്